പ്രിയമുള്ളവരെ, ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഇഷ്യൂസ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ. വൈകല്യം ഒരു ശാപമാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് എന്ന് തന്നെയായിരിക്കും ഉത്തരം, അല്ലേ? അങ്ങനെ ഉത്തരം പറയുന്ന ഒരു വിഭാഗമായാണ് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ തോന്നിയിട്ടുള്ളത്. എനിക്ക് പണ്ട് മുതൽ അന്നും ഇന്നും എന്നും അവരെ പേടിയാണ്. എന്തിനാണ് അവരെ ഭയക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ആരാണ് ആ ഭയം എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി തന്നത് എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ട്രെയിനിൽ കയറുമ്പോൾ മാത്രം കാണുന്ന അവരെ എനിക്ക് പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെക്കുറിച്ച് ഒരു പഠനം നടത്തുവാനുള്ള അവസരം ഇതാ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നു. വായിച്ചു നോക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നി. അവരുടെ കരച്ചിൽ, സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നു. അവർക്ക് ആകെ അനുവദിച്ചു നൽകുന്ന ജോലി സെക്സ് വർക്ക് മാത്രം. ആരവരെ കാണുമ്പോഴും ആ തരത്തിൽ മാത്രം കാണുന്നു. മറ്റ് മാന്യമായ ജോലികളൊന്നും ചെയ്യാൻ അവരെ അനുവദിക്കാതെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു പഠനപ്രകാരം അവർ പറയുന്നത് 5 ലക്ഷം രൂപ അവരുടെ ഷെൽട്ടർ ഹോമിനായി മാറ്റിവെച്ചു. ആരും അപേക്ഷക്കാരില്ല എന്നും പറഞ്ഞ് ഇത്രയധികം ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ള ഈ നാട്ടിൽ അവരുടെ ഫണ്ട് ലാപ്സായി പോകുന്നു. വീണ്ടും അവർ കനത്ത വാടക കൊടുത്ത് പലയിടങ്ങളിലായി താമസിക്കേണ്ടി വരുന്നു. എന്നാൽ താമസിക്കുമ്പോഴോ അവരെ ആരും ഗൗനിക്കുന്നില്ല. അല്ലെങ്കിൽ മോശമായി മാത്രം അവരെ കാണുന്നു. രണ്ടും കെട്ടവർ എന്നവരെ വിളിക്കുന്നു. എന്തു തെറ്റാണ് ആ സമൂഹം നല്ലവരെന്ന് പറയുന്ന ഇവരോട് കാണിച്ചു വെച്ചിട്ടുള്ളത്? അവർ ചോദിച്ചാണോ അവരുടെ ജന്മം അങ്ങനെയായി പോയത്? ഒന്നുമല്ല. ജന്മം കൊണ്ട് നമുക്ക് പല ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ കിട്ടുന്ന ചില ഐഡൻറ്റിറ്റികൾ നമുക്ക് സഹിക്കാനാവാത്തതാണ്. ആ ഐഡൻറ്റിറ്റികൾ മാറ്റാനായി അവർ പലപ്പോഴും പല വാതിലുകളും മുട്ടുന്നു. എന്നിട്ടും നിയമം അവർക്ക് എഴുതപ്പെട്ട പല നിയമങ്ങളും അവർക്ക് ഉണ്ടെങ്കിൽ പോലും ഒന്നും തന്നെ അനുഭവിക്കാൻ കിട്ടാതെ പോകുന്നു. അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ നിയമങ്ങളെല്ലാം സുന്ദരമായി ഫയലുകളിൽ ഉറങ്ങുന്നു. തീർച്ചയായും അവരെയും സമൂഹത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കുക. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സമൂഹത്തോട്, എല്ലാം തികഞ്ഞവർ എന്ന് വിശ്വസിക്കുന്ന ഈ സമൂഹത്തോട് അവർ പറയുന്നത്, ഉപകാരം ചെയ്തില്ലെങ്കിലും കൊള്ളാം, ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നാണ്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. സമൂഹത്തിൽ പല കാരണങ്ങളാൽ ഒറ്റപ്പെടേണ്ടി വരുന്ന, വൈകല്യങ്ങൾ ഉണ്ടാകുന്ന അവരെ ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്നാലും ഉപദ്രവിക്കാതിരിക്കുക, അവരുടെ മനസ്സ് തളർത്താതിരിക്കുക. ആരോഗ്യവും സാമൂഹിക ആരോഗ്യവും സാമ്പത്തിക ആരോഗ്യവും എല്ലാം അവർ നേടിയെടുത്തോളും. അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചാൽ മതി. ജീവിക്കാൻ അനുവദിക്കുക, ജീവിക്കുക, അതോടൊപ്പം ജീവിക്കാൻ അനുവദിക്കുക നല്ലവരായി. ഓക്കെ, താങ്ക് യു.